നമ്മളൊരു പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല കയറോ അതല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റായി കെട്ടണമെന്ന്. ഇത് ശരിയായിട്ടുള്ള രീതിയാണോ? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പാമ്പുകളിൽ വിഷമുള്ളതും വിഷമില്ലാത്തതുമുണ്ട്. ഇത് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് പാമ്പ് കടിച്ചാലും ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ വളരെ ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പേഷ്യന്റിനെ പാമ്പിന്റെ അടുത്തുനിന്ന് രക്ഷിക്കുക. അതിനുശേഷം പേഷ്യന്റിനോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറയുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേഷ്യന്റ് പേടിച്ചു കഴിഞ്ഞാൽ BP കൂടാനും അതുപോലെ വിഷം മറ്റുള്ള ശരീരഭാഗത്തേക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ പേഷ്യന്റിനെ ഒരിക്കലും നടത്തരുത്, അവിടെ ഇരിക്കാൻ പറയുക. അതുപോലെ തന്നെ പാമ്പുകടി ഏറ്റ ഭാഗത്ത് മോതിരമോ വളയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചരടോ ഉണ്ടെങ്കിൽ അത് അഴിക്കുക. കാരണം സ്വെല്ലിങ് അഥവാ നീര് വരാനും പിന്നെ ഇത് അഴിക്കാൻ കഴിയാത്ത കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് പാമ്പുകടി ഏറ്റ ഭാഗം മടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് വല്ല മരത്തിന്റെ വടിയോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റോളോ ക്രേപ്പ് ബാൻഡേജോ കെട്ടി വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് ഒരു കയറ് വെച്ച് അതിന്റെ മുകളിൽ കെട്ടണമെന്ന്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.